മുതിർന്ന മാധ്യമപ്രവർത്തകൻ എസ് ജയചന്ദ്രൻ നായരുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബംഗളൂരിൽ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലം കലാകൗമുദി വാരികയുടെയും സമകാലിക മലയാളം വാരികയുടെയും പത്രാധിപരായിരുന്നു അദ്ദേഹം. തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തി നേടിയിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയമെന്ന് പറയുന്നത് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവി, പിന്നീടുള്ള സ്വം എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിരുന്നു. മാധ്യമരംഗത്ത് തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അനിൽ നമ്പ്യാർ ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു തീരാനഷ്ടം തന്നെയാണ് മാധ്യമ മേഖലയ്ക്ക്, പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവാങ്ങലിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വിഷ്ണു, മലയാള മാധ്യമ രംഗത്തിനും അതുപോലെ സാഹിത്യ മേഖലയ്ക്കും കനത്ത നഷ്ടം തന്നെയാണ് എസ് ജയചന്ദ്രൻ നായരുടെ വിയോഗം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളത്തിലെ ലിറ്റററി ജേർണലിസത്തിന്, അതായത് സാഹിത്യ പത്രപ്രവർത്തനത്തിന് പുതിയ മാനം നൽകിയ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു എസ് ജയചന്ദ്രൻ നായർ. മാതൃഭൂമിയുടെ ആധിപത്യമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. സാഹിത്യ പത്രപ്രവർത്തനം അത് മാതൃഭൂമിയുടെ കുത്തകയായിരുന്നു. അവിടെ നിന്ന് അത് കലാകൗമുദിയിലേക്ക്, നിരവധി വായനക്കാരെ കലാകൗമുദിയിലേക്ക് കൊണ്ടുവന്നത് എസ് ജയചന്ദ്രൻ നായരുടെ ആ ഒരു മിടുക്കായിരുന്നു, ആ ഒരു പാടവം ആയിരുന്നു. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ ജേർണലിസം തുടങ്ങിയ ആ കാലത്ത് 1997 ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കഴിഞ്ഞ ശേഷം എനിക്ക് ഈ മേഖലയിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം ദീർഘകാലം കലാകൗമുദിയുടെ പത്രാധിപരായിരുന്നു. അതിൽ നിന്ന് പിന്നീട് 97 ഇന്ത്യൻ എക്സ്പ്രസിന്റെ കീഴിലുള്ള സമകാലിക മലയാളം വാരിക ഒരു മാഗസിൻ തുടങ്ങുന്നത്. അതിന്റെ പത്രാധിപരായിരുന്നു എസ് ജയചന്ദ്രൻ നായർ. അതിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ എന്റെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, രാജ്യസമാചാരത്തിന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത്. അതായത് മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരം, അതിന്റെ ഒരു ചരിത്രം, അത് പിറന്നു വീണ മണ്ണ്, അതിനെക്കുറിച്ചൊക്കെ എഴുതിയ ഒരു ആർട്ടിക്കിൾ, അത് ഫസ്റ്റ് ലക്കത്തിൽ തന്നെ, ഈ സമകാലിക മലയാളം വാരികയുടെ ഫസ്റ്റ് ലക്കത്തിൽ തന്നെ അദ്ദേഹം അതന്ന് പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല അതിനുശേഷം അങ്ങോട്ട് ഒരു പംക്തി കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി അദ്ദേഹം എനിക്ക് തന്നു. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പത്രപ്രവർത്തന രംഗത്ത്, മാധ്യമപ്രവർത്തന രംഗത്ത് കടന്നു വന്ന എന്നോട് ഏറ്റവും അധികായനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പുലർത്തിയിരുന്ന ആ ഒരു അടുപ്പം, അദ്ദേഹം വഴികാട്ടിയായി നിന്നത്, എവിടെയൊക്കെ തിരുത്തണം, എവിടെയൊക്കെ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഇത്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമപ്രവർത്തനത്തിൽ മാത്രമല്ല സാഹിത്യ രംഗത്തും അതുപോലെ ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം കൈവച്ചു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങൾ, ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവി, സ്വം, ഇതിന്റെ തിരക്കഥ ജയചന്ദ്രൻ നായരുടേതായിരുന്നു. മാത്രമല്ല അദ്ദേഹമാണ് ഈ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഒരു എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തി ആയിരുന്നു. ഒരിക്കലും അദ്ദേഹം, അതായത് മാധ്യമരംഗത്ത് ഒരു ജൂനിയറിനെ ആ രീതിയിൽ സമീപിക്കേണ്ട പോലെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ ഒരു വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് ഏത് രീതിയിലായിരിക്കണം ഇടപെടേണ്ടത്, ഒരു മാധ്യമപ്രവർത്തകന്റെ റോൾ, ഉത്തരവാദിത്തം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന, കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. പത്രാധിപർ എന്ന ആ പേര് അത് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഇടപെടൽ, പ്രവർത്തനം, അതുകൊണ്ട് തന്നെ എസ് ജയചന്ദ്രൻ നായർ എന്നും വേറിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു പബ്ലിസിറ്റിയുടെ പുറകെ പോയിരുന്നില്ല. വളരെ നിശബ്ദമായി ഈ മേഖലയിൽ എത്രയോ കാലം, ഒരു 10-60 വർഷം വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സേവനം. അനിൽ, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ സംവിധായകൻ ആർ ശരത്ത് കൂടി ചേർന്നുണ്ട്. ശ്രീ ശരത്ത്, ഒരുപക്ഷെ മാധ്യമരംഗത്ത് മാത്രമല്ല ചലച്ചിത്ര മേഖലയിലൊക്കെ തന്നെയും നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ എസ് ജയചന്ദ്രൻ നായരുടെ ഈ ഒരു വിയോഗത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും?
ജയചന്ദ്രൻ സാറുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പത്രപ്രവർത്തകനായിട്ട് അഞ്ച് വർഷം കലാകൗമുദിയിൽ വർക്ക് ചെയ്തു. 5 വർഷം കലാകൗമുദി വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സാറാണ് എന്നെ സിനിമയിലേക്ക് നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സാറാണ് അന്ന് പറഞ്ഞത് നിനക്ക് പറ്റിയ മേഖല സിനിമയാണ് എന്ന് പറയുകയും അങ്ങനെ ഞാൻ അതനുസരിച്ച് അതായത് അച്ഛന്റെ കഥ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി 1992 ഞാൻ ഡോക്യുമെന്ററി ചെയ്യുകയും സാർ എന്റെ സ്ക്രിപ്റ്റ് എഴുതി തരികയും ചെയ്തു. അതിനുശേഷമാണ് എന്നെ ഷായ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ അതിന് മുമ്പ് മറ്റേ പിറവിയിലും അല്ലെങ്കിൽ വാനപ്രസ്ഥത്തില് സോം എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ വളരെ ഷായ് സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഒരു ഫോർമലായിട്ടുള്ള ഫിലിം ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ സാറാണെന്ന് തന്നെ പറയാം. പിന്നീട് പലപ്പോഴും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സാറുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷായ് സാറിനോടൊപ്പം തന്നെ പല പടങ്ങളിലും വനപ്രസ്ഥത്തിലായാലും സ്വമ്മിലായാലും പിറവിയിലായാലും എല്ലാം ജയചന്ദ്രൻ സാറിന്റെയും കൂടെ ഒരു സാമീപ്യം അതിലുണ്ട്. അപ്പോഴൊക്കെ തന്നെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സിൽ സിനിമയുണ്ട്. എത്രയോ സിനിമ സംബന്ധിച്ചായിട്ടുള്ള ലേഖനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കലാകൗമുദി വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും പല ലേഖനങ്ങളും തന്നെ അതിലേക്ക് കൊണ്ടുവരാനും ആ ലേഖനങ്ങൾ അദ്ദേഹം വായിച്ച് അദ്ദേഹം അതിന് നിരത്തുന്ന തിരുത്ത്, ടൈറ്റിലുകൾ അതൊക്കെ തന്നെ പലപ്പോഴും ഞാനിങ്ങനെ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് സാറ് എനിക്ക് തോന്നുന്നു മലയാളത്തില് പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും സമർത്ഥനായ പ്രതിഭാധനനായ ഒരു എഡിറ്ററായിരുന്നു സാറ്. സിനിമയെക്കുറിച്ച് സാറിനുള്ള മനുഷ്യനായിരുന്നു. അതിനേക്കാളേറെ ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു. കാര്യം ഇന്നത്തെ കാലത്തെ പത്രപ്രവർത്തകർ എന്ന നിലയിലല്ല, സാറിന്റെ പത്രപ്രവർത്തന ജീവിതം പലപ്പോഴും എനിക്കറിയാം. പലപ്പോഴും എന്താണ് പറയുന്നത്, സാമ്പത്തികമായി തന്നെ ചിലപ്പോഴും സാറ് ബുദ്ധിമുട്ടി പൊക്കോണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ എനിക്കറിയാം. അപ്പോഴും പത്രപ്രവർത്തനം എന്ന് പറയുന്ന ധർമ്മത്തിൽ അടിയുറച്ചു നിന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പൊരുതിയ ഒരു പത്രപ്രവർത്തകനായിരുന്നു സാറെന്ന് എനിക്ക് ഉറക്കെ പറയാൻ പറ്റും എവിടെയും. ഇങ്ങനെ ഒരു പത്രാധിപരെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാര്യം രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഓഫീസിലെത്തും, പത്രപ്രവർത്തനായിട്ട് കലാകൗമുദിയിലെത്തും, ഒരു 11 മണിയായിട്ടാണ് തിരിച്ചു പോകുന്നത്. ശരി, പ്രൂഫ് വായിക്കും. വളരെയധികം നന്ദി ആർ ശരത്ത് പ്രതികരിച്ചതിന്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരിൽ വെച്ചായിരുന്നു അന്ത്യം.